ചരൽ ഉരുളുമ്പോൾ ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളില്ല. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളൂല. അത് തന്നെ. അയ്യോ ഇത് ചരല്. ആദ്യമായിട്ട് നമ്മൾ ഇതിൽ കാണാൻ പോകുന്ന ആന്റിയുടെ ചിരി. ആരും ചിരിച്ചേ തോന്നുന്നു. ഇനി വേറെ ചിരിച്ചേ. രണ്ട് ഇഷ്ടമാണോ? കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ഉറുമ്പിനെ കുറിച്ച് കവിത. ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉറുമ്പിനെ ചവിട്ടി ഉറുമ്പ് മരിച്ചു. ഞാനങ്ങനെ അവിടെ വയലന്റ് ആവും. ചിരിച്ചോണ്ടിരിക്കുന്ന ആളല്ല. തലയിലൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആളാണ്. ഇസക്കുട്ടി എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് ജോയിൻ ചെയ്യുന്നത്? എനിക്കും അപ്പക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ അമ്മക്കും എനിക്കും ഭയങ്കര പേടിയായിരുന്നു. പറഞ്ഞത് അപ്പക്ക് പട്ടീനെ വേണോ എന്നെ വേണോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും എന്നെ മതി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ കുറച്ചധികം അതിഥികളുണ്ട്. ഈ അതിഥികൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഭയങ്കര രസകരമായിട്ടുള്ള വീഡിയോകൾ, നമ്മൾ ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രസകരമായിട്ടുള്ള വീഡിയോ കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഹെന, അച്ചു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവരുടെ ഫാമിലി എല്ലാവരും നമുക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു അവർ ഷോ. ആദ്യമായിട്ട് നമ്മൾ ഇതിൽ കാണാൻ പോകുന്ന ആന്റിയുടെ ചിരി. ആരും ചിരിച്ചേ വളരെ മനോഹരമായ ചിരി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് ചിരി 2-3 വേർഷൻ ഉണ്ട്. ഇതൊന്ന് ഇനി വേറെ ചിരിച്ചേ. രണ്ട് ഇനിയുണ്ടോ? ചുമയുള്ളോണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതെ അതെ. അപ്പൊ എന്തായാലും നമസ്കാരം. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് അദ്ദേഹത്തെ ഇതിലൊക്കെ പഠിപ്പിച്ചെടുക്കുന്നത്? അതല്ല ഇയാള് ആണോ? ഇസേനെ കൺട്രോൾ ചെയ്യുന്നതാ? അപ്പൊ അവളിങ്ങനെ നിന്നൊക്കെ തരും ചില സമയത്ത്. ചില നേരം അവൾക്ക് ഭ്രാന്ത് പിടിക്കും. ദേഷ്യം വരും. അപ്പൊ ക്യാമറമാൻ ഇങ്ങനെ ഒരു ഇതിലൊക്കെ ക്ഷമിച്ചൊക്കെ ക്യാമറ എല്ലാം എനിക്കതല്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും പേർക്ക് 5 പേർക്കും ഇവിടെ ഇത്രയും ടൈം കിട്ടുന്നത്? എങ്ങനെയാ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി, ഈ കോണ്ടന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി? ടൈം മെയിൻ ആയിട്ട് രാത്രിയാ ചെയ്യാറുള്ളത്. പിന്നെ രാവിലേക്ക് അപ്പനെ കിട്ടൂല, അപ്പക്ക് പണിയുണ്ടാവും. നിങ്ങൾ കൂടുതൽ തിരക്കുള്ള ആർട്ടിസ്റ്റ് അപ്പയാണ്. കിട്ടാറില്ല. അവൻ ഞങ്ങളൊക്കെ ചെയ്തിടും. പിന്നെ രാത്രി ആവുമ്പോ എല്ലാരും വരുമ്പോ അങ്ങനെ ചെയ്തിടും. പക്ഷെ എല്ലാരും പുറകെ നടക്കണം. ഞങ്ങള് നിർബന്ധിക്കണം. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത്? അത് പറയാനുണ്ടോ? എല്ലാം കൂട്ടി ഇട്ടിട്ട് മമ്മി വഴക്ക് പറയാറുണ്ടോ ഇവര് തെറ്റിക്കുമ്പോ? പിന്നില്ലേ, ചില നേരം ഡൗൺ ആക്കി കളയും. ഒരു കലാകാരിനെ നിങ്ങൾ തളർത്തണോ? മുളയിനെ ശ്രമിക്കണോ? അല്ല, അവരങ്ങനെ അങ്ങനെ പറയുമ്പോ എനിക്കൊന്നും. പക്ഷെ അങ്ങനെ പറയുമ്പോ ഒരു ടേക്ക് എടുത്ത് ഞാൻ നന്നാക്കാൻ നോക്കും. ശരിക്കും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സത്യം പറയണം. എനിക്കല്ല. ഓക്കെ. അങ്കിള് എന്താ ചെയ്യുന്നത് ആക്ച്വലി? ഞാൻ പ്ലംബിങ്ങിന്റെ വർക്കാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുന്നു. നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോ വർക്കിന് പോകുമ്പോ ആൾക്കാർ പറയാറുണ്ടോ? വീഡിയോ ഒക്കെ കാണാറുണ്ട്. അതും പറഞ്ഞുകൊണ്ട് വർക്ക് ബ്രാൻഡ് ചെയ്ത് മേടിക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ശബ്ദമൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾ പാട്ട് പാടും. ഇപ്പൊ പാട്ട് പാടാനുള്ള ഇതില്ല. സൗണ്ടൊക്കെ പോയിരിക്കണം. ആണോ? ഓക്കെ. എന്ത് പാട്ടൊക്കെ പാടാറ് സാറിനോട്? തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി. തെലുങ്കോ? അത് ആന്ധ്രയിലായിരുന്നേ കുറച്ചാള്. അപ്പൊ അവിടെ നിന്ന് ഒരു പാട്ടുണ്ട്, അത് എപ്പോഴും മെമ്മറിയിലെ പാട്ട്. ഒരു മിനിറ്റ്, ആ പാട്ടാണ് എപ്പോഴും പാടിത്തരാറ്? അത് എപ്പോഴും പാടും. കേട്ട് പാടും. ദൈവമേ, എല്ലാവരും പാട്ട് പാടിച്ച് ഉറപ്പിച്ചു. ആ പാട്ട് ഏതായിരുന്നു? ആ പാട്ട് അതെന്തായാലും മീനിങ് ഒക്കെ അറിയില്ല. ആ പാട്ട് ഏതാണ്? രണ്ടുപേരും പറയാമോ? ముదబంది నవ్వులో మూగ భాషలు
మూసియున్న రెప్పలపై ప్రేమ లేఖలు చదువుకు నీ మనసుంటే ఓ కోవిలా మధుమాసమే అవుతుంది అన్ని వేళలా. പാടുന്നുണ്ടല്ലോ. അത് യേശുദാസ് പാടിയ പാട്ടാണ്. ശരിക്കും അപ്പൊ വേറെ പാട്ടുകളൊക്കെ പാടാറുണ്ടോ? പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മള് മൈക്കിട്ട് വിടില്ല. മൈക്കിലൊക്കെ പാടാ, എവിടെയൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോ പാടാറുണ്ടോ? അങ്ങനെയില്ല, വല്ല ഇവിടെയൊക്കെ ഇരുന്നിട്ട് നമ്മള് ഇവിടെ രാത്രിയാകുമ്പോ ചില നേരം സ്ട്രെസ് റിലീഫിന് പാട്ടൊക്കെ വെക്കും. അപ്പൊ അതില് മൈക്കൊക്കെ ഇങ്ങനെ പാടും. ഇവിടെ ഇതല്ലേ ഏറ്റുപാടുകള്. വേറെ ആരാ ഇവിടെ? വേറെ ആരാ പിന്നെ പാട്ടൊക്കെ പാടുന്നത്? വേറെ ഏനൊക്കെ തകർക്കൂലേ? വെറുതെ ഇങ്ങനെ ഇതില് ആഷ്ന ആരാണ്? ഞാൻ ആഷ്നയുടെ പേരാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിട്ടേക്കുന്നത്. അച്ചു ആഷ്നയും ഒരാളെ അച്ഛന്ന് വീട്ടിൽ വിളിക്കുന്നു, പിന്നെ ആഷ്നാണ് ശരിക്കും പേര്. ഓക്കെ, ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ആരായിരുന്നു? ഞങ്ങൾ രണ്ടും കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കി തുടങ്ങി. ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെ ഫസ്റ്റ് കണ്ടന്റ് ഒക്കെ ഇടുമ്പോ എന്തായിരുന്നു പ്ലാൻ? ആദ്യം ഒരു കണ്ടന്റ് ഇട്ടിരോ ഓർക്കണ്ട്. എന്തായിരുന്നു? അതെന്താറിയോ, ഒരു ഐസ് ചാലഞ്ച്. ASMR എന്ന് പറഞ്ഞേ ഐസ് കഴിക്കണ, ഐസിന്റെ സൗണ്ട് മാത്രം കേൾക്കോളൂ. അപ്പൊ അങ്ങനെ ഒരെണ്ണം ചെയ്ത് പിന്നെ ഞങ്ങളത് കൊള്ളില്ലെന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ആക്കി. കൊള്ളില്ലെന്ന് പറയാൻ കാരണം എന്താ? അത് ചുമ്മാ ഒരു രസത്തിന് ചെയ്തിട്ടാണ് ഞങ്ങള് മറ്റേ ASMRന്റെ വീഡിയോസ് കാണുമായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ അത് കണ്ടൊരു കൗതുകം ചെയ്യാനായിട്ട് അത് ഡിലീറ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് ശരിക്കും ഒരു വീഡിയോ അങ്ങോട്ട് ഇറക്കാം, ആൾക്കാരോട്ടൊക്കെ എത്തിക്കാന്നൊക്കെ പറഞ്ഞ ഒരു ഡാൻസ് വീഡിയോ. കൊട്ടുപാട്ടല്ലേ? കൊട്ടുപാട്ട്. ഇവര് ഡാൻസ് ആണ്, മെയിൻ ഡാൻസ് ആണ്. ഡാൻസ് നന്നായിട്ട് എന്നിട്ട് അതിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ രണ്ട് ആർട്ടിസ്റ്റുകളെയും കൂടെ അതിലേക്ക് വിളിച്ചത് എങ്ങനെയാണ്? വിളിച്ചപ്പോ ഒന്നായിരുന്നു ആദ്യം ടിക്ടോക്കിലാണ് നമ്മൾ തുടങ്ങണത്, കൊറോണ ടൈമില്. അപ്പൊ ആദ്യം ഞങ്ങളൊക്കെ ചെയ്തോണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇവര് നൈസായിട്ട് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ അങ്ങോട്ട് ജാടിയുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു ആദ്യം. വീഡിയോയിലൊക്കെ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ. അല്ല, ഇപ്പൊ ഇതില് ഫേസ് ചെയ്ത് ഇപ്പൊ ഇത്രയും നല്ല ഫെയിം ആയില്ലേ? ഇപ്പൊ ആൾക്കാരൊക്കെ കാണുമ്പോ എന്താ പറയുന്നത്? ഇപ്പൊ തിരിച്ചറിയാൻ ആ സന്തോഷം നോക്ക്. അത് സന്തോഷം. ഇപ്പൊ തോന്നുന്നുണ്ടോ പണ്ടേ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതിയായിരുന്നു? അതൊരു സമയമല്ലേ, അപ്പൊ അതിനനുസരിച്ച് നമ്മള് അതെ ഭയങ്കര ഭയങ്കര പക്വതയോടുകൂടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ? ശരി, മമ്മിയോട് ചോദിച്ചറിയാ ഇവിടെ ഏറ്റവും കൂടുതൽ തലവേദന ആരാണ് ഇതില്? രണ്ടും തലവേദന. ഒരാൾ ഇരിപ്പുണ്ടെന്ന് പാവോട്ടെ. ഈശ്വരനെ കണ്ടിട്ട് ഭയങ്കര അല്ലേ? ഭയങ്കര അവളനുസരിക്കും. ഇസ പിന്നെ അനുസരിക്കും, ഈ രണ്ടെണ്ണം അനുസരിക്കില്ല നോക്കെ. എന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും ഇപ്പൊ വീഡിയോസ് ഒക്കെ നല്ല നല്ല റീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓരോ കോണ്ടന്റ് പ്ലാൻ ചെയ്യുന്നത് ആരാണ്? തീമുകൾ കൊണ്ടുവന്നു തരുന്നത് ആരാണ്? ഒരു മിന്നൽ വീഡിയോ ഒന്നും പോലെ വരുള്ളൂ. മിന്നൽ മുരളി. അതെന്താ വെച്ചാ അന്ന് തന്നെ അത് കുറച്ചു ദിവസം നമ്മള് വീഡിയോസ് ചെയ്തില്ലെങ്കിൽ പിന്നെ വ്യൂസ് ഒക്കെ ഡൗൺ ആവല്ലേ, അപ്പൊ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ് രാത്രി ആകുമ്പോ എല്ലാവരും വിളിക്കും, കമോൺ വാ മിന്നൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ വീഡിയോ എടുത്ത് അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് അന്നേരം ഇടും. നെക്സ്റ്റ് പ്ലാൻ എന്താണ്? നെക്സ്റ്റ് എനിക്കിനി ഡയറക്ഷൻ ഒക്കെ കൊണ്ട് ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുമായിരുന്നു അവള്. ചെറിയ ചളിയായിരുന്നു. അല്ല, ഈ കഴിവിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പറയുമ്പോ എനിക്കറിയാം, നമ്മള് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക, നമ്മളത് ചെയ്യാവുന്ന പരിപാടി നമ്മൾ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഭയങ്കര വലിയൊരു കാര്യം കേട്ടോ. കാരണം ഇത്രയും ഒരു സപ്പോർട്ട് കിട്ടാതെ പലർക്കും കിട്ടാത്തൊരു സപ്പോർട്ട് പറഞ്ഞ പാരന്റ്സിന്റെ മൊബൈലൊക്കെ എടുത്ത് വെച്ച് അതൊന്നും വേണ്ട എന്ന് പറയും. പക്ഷെ ഇവിടെ നല്ല കട്ട സപ്പോർട്ട്. അല്ല, ഇവിടെ അങ്ങനെ തന്നെ മൊബൈൽ നോക്കി പാർട്ട് ടൈം ഒക്കെ ഇപ്പൊ ഞങ്ങള് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എല്ലാവരും മൂലമൂലൊക്കെ മൊബൈലും കൊണ്ട് പോകും. അത് ശരിയാണ്, എല്ലാ വീട്ടിലും ഉള്ള പരിപാടിയാണ്. 4 പേരാണ്, 4 പേര് മൊബൈൽ. ഒരു ഇതില് പറയണ്ടല്ലോ, എല്ലാരും കൂടെ ഒരുമിക്കണത് ഈ വീഡിയോ ചെയ്യുമ്പോഴാണ്. ശരി, നമുക്ക് വീട്ടിലൊരു വൈബ് ഉണ്ടാവും, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട്. പിന്നെ ഈ ഇസക്കുട്ടി എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് ജോയിൻ ചെയ്യുന്നത്? 2 വർഷമായിട്ട് ഇവളുടെ ഒരു കഥ. ഇവളുടെ എന്ന് വെച്ചാല് എനിക്കും അപ്പൊക്കെ ഇഷ്ടമായിരുന്നു. എനിക്കിങ്ങനെ ഒരു ഡോഗിനെ വേണമെന്നുണ്ടായി. പക്ഷെ അമ്മക്കും എനിക്കും ഭയങ്കര പേടിയായിരുന്നു. അവള് സമ്മതിക്കാൻ പറഞ്ഞത് അപ്പക്ക് പട്ടീനെ വേണം എന്നെ വേണമെന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് പേടിയാണ് ഡോഗ്സിനെ പൊതുവെ.
അവൾക്ക് അതൊക്കെ അല്ല ഒരു മിനിറ്റ് അപ്പൊ അന്ന് അപ്പൊ എന്താ പറയാ പട്ടിയിൽ പോയി പറഞ്ഞ അപ്പൊ എനിക്ക് വേണ്ടി വാങ്ങി തന്നു. അപ്പൊ അങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞ പിന്നെ ഇവര് രണ്ടുപേരും കൂടുതൽ എടുത്തു വെച്ചോണ്ട് നടക്കണത് ഇപ്പൊ. ആദ്യമൊക്കെ പേടിയായിരുന്നു, പിന്നെ അങ്ങോട്ട് ഇപ്പൊ ഒരു പേടിയല്ലേ, ഇപ്പൊ ഇങ്ങനെ മഴ പിടിച്ചിട്ട് എല്ലാവരുടെയും കൂടെ ഒന്ന് കൂടായിട്ടിരിക്കുന്നത്. പിന്നെ ഈ നമ്മൾ ഷൂട്ട് ചെയ്യിക്കുമ്പോ ഇപ്പൊ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഇസബുവിന്റെ അടുത്ത് ഇങ്ങനെ ട്രീറ്റ് ഒക്കെ വെച്ചിട്ട് പറയും, ഇസബു ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്കുന്നൊക്കെ പറയുമ്പോ അവള് ഇങ്ങനെ തിരിയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ അവള് ആ സമയത്ത് കറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നോണ്ട് അങ്ങനെ കിട്ടും. ഓക്കെ ഓക്കെ. ഇതെല്ലാം ഒരു ഐഡിയ കൂടി പോകുന്നതല്ല, ഒരു ഡയറക്ടർ ബ്രില്യൻസിലാണല്ലോ ഓരോ വീഡിയോ ഇറങ്ങുന്നത്. കാരണം നമുക്ക് പല ഷോട്ടുകളും കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണെന്ന് മനസ്സിലാവും. പക്ഷെ ഓഡിയൻസിന് അറിയാത്ത ഓഡിയൻസിന് അത് പെട്ടെന്ന് കണക്ട് ആവില്ല. അപ്പൊ അത്രയധികം ഹാർഡ് വർക്ക് ഇതിന്റെ പുറകിലുണ്ട്. ഇതിന്റെയൊക്കെ ഇടയില് ആന്റി ഇത് ആകെ ടെൻഷനാണ്. എന്തൊക്കെ ഞാൻ പറഞ്ഞ ഞാൻ കുറെ ഞാൻ പറഞ്ഞില്ലേ കുറെ ഹിസ്റ്ററി ചോദിക്കാനുണ്ട്. അത് ഞാൻ ചോദിക്കാം, ഞാൻ ലാസ്റ്റ് ചോദിക്കാൻ വേണ്ടി ഇവരുടെ ഇവർ ചെയ്തേക്കുന്ന വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ, ഏറ്റവും ഫേവറേറ്റ് ഏതാ? സമാധിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കിട്ടിയേക്കുന്ന ഏത് വീഡിയോ ഒക്കെ? അങ്ങനെയല്ല, എല്ലാ വീഡിയോ എടുത്തു പറയില്ല. ഇങ്ങനെ എല്ലാം കൊള്ളാട്ടെ, നിങ്ങളുടെ വീഡിയോ ഒക്കെ കൊള്ളാട്ടാന്ന് പറയും. ഞങ്ങൾ നോട്ടീസ് ചെയ്ത AC-യുടെ വീഡിയോ ആണ്. ഇവിടുത്തെ AC-യുടെ ഭയങ്കരമായിട്ട് റീച്ച് വരുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. പണ്ട് മുമ്പ് ഇടയ്ക്ക് ഷോർട്സ് അങ്ങനെ കണ്ടിട്ട് അതിവിടെ നടക്കുന്ന സംഭവം അതിവിടെ നടക്കുന്നതാണോ? റിയൽ ലൈഫിൽ നിന്ന് എടുക്കണ കുറച്ച് കണ്ടന്റ് ഉണ്ട്. അത് AC ഓൺ കറണ്ട് ബില്ല് നമ്മൾ അപ്പാകണം വെച്ചപ്പാടാണ്. അപ്പൊ ഞങ്ങൾ അപ്പടെ വണ്ടിന്റെ സൗണ്ട് കേൾക്കുമ്പോ AC ഓഫ് ചെയ്യും. അപ്പൊ രാത്രി അറിയാം, പകലൊക്കെ ചെയ്തിവിടെ ഒരിടക്ക് നമ്മ ടൈം രാത്രി 6 മണിക്ക് ശേഷം ഇടാൻ പാടില്ലല്ലോ. 6 മണി തൊട്ട് 10 മണി വരെ ചാർജ് കൂടും. അതനുസരിച്ചൊക്കെ കറണ്ടിന്റെ പ്രശ്ന ബില്ല് ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ. അപ്പൊ അതൊരു കണ്ടന്റായി. ഇപ്പൊ ആ പ്രശ്നമൊക്കെ മാറിയില്ലേ? മഴയൊക്കെ തുടങ്ങി. ഇപ്പൊ കുഴപ്പമില്ല. അങ്ങനെ ഇതുവരെ കുഴപ്പമില്ല. മഴ വന്നാലും വെയിൽ വന്നാലും ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ തന്നെ. പൂർണ്ണമായിട്ട് ഇനിയിപ്പോ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനമുണ്ടോ? വർക്കൊക്കെ മാറ്റി വെച്ച് ഇതിലേക്ക് അഭിനയം കൂടുതലായിട്ട് ആൾക്കാർ തല്ലിക്കുന്നു. കുറെ പേരും നമ്മളെ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ടൈമില് അങ്ങനെ ആക്ടിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ട്രൈ ചെയ്തിട്ടുണ്ടോ മുമ്പ്? ഇതില് വരുന്നതിന് മുമ്പ് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഇഷ്ടമായിരുന്നു അതൊക്കെ. ഈ ശരിക്കും നടന്മാരൊക്കെ വരുമ്പോ ആൾക്കാരൊക്കെ നോക്കണേ കാണുമ്പോ എന്നാണോ ഞാനും ഇതുപോലെയൊക്കെ ആവുന്നത് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ആ മൈൻഡേ ഇല്ല. നമ്മളിങ്ങനെ ഇറക്കി ചെയ്യിപ്പിക്കുമ്പോ അപ്പൊ അങ്ങോട്ട് ചെയ്യും. എന്താ റോൾ കൊടുത്തോണ്ട് അത് അടിപൊളിയായിട്ട് ചെയ്യും. പെട്ടെന്ന് കഴിയും. ഇതില് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങളൊക്കെ കോളേജിലൊക്കെ പോകുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ അപ്പേനും അമ്മേനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവില്ലേ? അതൊക്കെ ഒന്ന് ഇവരടുത്ത് പറയാറുണ്ടോ? പറയുമ്പോ കേട്ടിരിക്കാൻ ഇഷ്ടമാണോ? അപ്പൊക്കാണ് ഫാൻസ് കൂടുതൽ. അപ്പയാണ് അപ്പൊ ഞാൻ അവിടെ വന്നപ്പോ തന്നെ പറഞ്ഞു ഒരു സിനിമാടന്റെ ലുക്ക് എന്തായാലും അടിപൊളിയാണ്. ഇനിയിപ്പോ ഒരു സിനിമയിലേക്ക് വിളിച്ചാൽ നിങ്ങളൊക്കെ പോകും? ഞാൻ ഇവിടെ പോയി. അതെന്താ പോകാതെ? എനിക്ക് സത്യം പറഞ്ഞ ഇതിനോട് താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഇറക്കി 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 എല്ലാരും കൂടി നിർബന്ധിച്ചുകൊണ്ടാണ് ജീവിക്കാൻ വേണ്ടി കലാകാരി പോകേണ്ട ഒരാളുടെ അവസ്ഥ വന്നത്. എന്തായാലും നിങ്ങൾ ഇതിലേക്ക് വന്നു. ഇതിലേക്ക് സ്റ്റാർട്ടിങ് ടൈം ഈ വീട്ടില് ഇപ്പൊ പഠിക്കുന്ന ടൈമിലൊക്കെ സ്കൂളിലും യൂത്ത് ഹോസ്റ്റലിലൊക്കെ പരിപാടികളൊക്കെ ചെയ്യാൻ ആരായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്? നേരത്തെ മുതൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു യൂട്യൂബ് ഇതിലേക്ക് വന്നു. ഈ കൊറോണ ടൈമിൽ എന്തായിരുന്നു പരിപാടി? കൊറോണ ടൈമിലായിരുന്നു തുടങ്ങണത് ഈ ടിക്ടോക്ക്. അപ്പോഴാണ് ട്രെൻഡ് ആയത്. അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ അധികം ജോലിക്ക് പോയിരുന്ന സമയം എല്ലാവരും കിട്ടി, എല്ലാവരും ഒരുമിച്ച് കിട്ടി. അപ്പൊ പിന്നെ അങ്ങോട്ട് ഞാനും അച്ഛനും ആദ്യം വീഡിയോസ് ചെയ്തു തുടങ്ങി. പിന്നെ ഇവരിങ്ങനെ വന്ന് വീഡിയോ ചെയ്ത് പിന്നെ കുക്കിംഗ് ഒക്കെ കുറെ നമ്മൾ തന്നെ എല്ലാം ഉണ്ടാക്കിയൊക്കെ അതൊക്കെ നോക്കിയല്ലേ. ശരിക്കും ഡെയിലി ലൈഫിൽ നടക്കുന്ന ഓരോന്നാണ് നമ്മുടെ ഓരോ കോണ്ടന്റ് ആയിട്ട് വരുന്നത്. അത് ഭയങ്കര രസമായിട്ട്, കാരണം നമ്മൾ കാണുന്നവർക്ക് അത് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. അത് നല്ല എന്താ പറയാ മേക്കിംഗ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ പുറകിൽ ശരിക്കും ഇദ്ദേഹത്തിന്റെ കഷ്ടപ്പാടാണ് ഇതിന് മെയിൻ ആയിട്ട്. അതില്ല, എല്ലാം ഉണ്ട്, ഒരു ടീം വർക്ക് ആണ്. എന്തായാലും മൊത്തത്തിൽ ഇപ്പൊ അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും നിങ്ങളോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ ചോദ്യങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ എല്ലാം സാമ്പിളായിരുന്നു, തുടങ്ങിയിട്ടില്ല. ഇനി തുടങ്ങാൻ പോകുന്നുള്ളതല്ല.
ശരിക്കും അങ്ങനെ ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇതിന്റെ ഇടയിലേ ഒരു സോളോ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ വിശേഷങ്ങളാണ് വരേണ്ടത്. ഇതെപ്പോഴാണ്, എന്താണ് സോളോ ട്രിപ്പ് പോകാൻ കാരണം? ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് ചുമ്മാ ഒരു രസത്തിന് അങ്ങനെ പോയത്. ഒറ്റയ്ക്ക് അങ്ങ് പോയി? ഒറ്റക്കല്ല, വേറെ കുറച്ച് വേറെ അവിടുന്ന് വേറെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോയി. അപ്പൊ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോ വീട്ടിലുണ്ടാകുന്ന അവസ്ഥ എന്തായിരുന്നു? വീട്ടിൽ ആദ്യം കുഴപ്പമില്ല, തിരിച്ചു വരാൻ നേരത്തെ നല്ല കുഴപ്പമില്ല. എന്തായിരുന്നു? കന്നി വേണം അവിടെ ചെല്ലുമ്പോ, കന്നി പിടിക്കാൻ വിളിച്ചു പറയും. എവിടെയൊക്കെ പോയിരുന്നു? കസാക്കിസ്ഥാനിൽ പോയി, മലേഷ്യ മലേഷ്യ എല്ലാം അത്യാവശ്യം കറങ്ങി ഒന്ന് കറങ്ങിട്ട് പോകും. യാത്രകൾ ഇഷ്ടമാണ്, പുള്ളിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ വിടില്ല. ഞാൻ എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം എനിക്ക് ഇഷ്ടമല്ല. ഞാനപ്പൊ എന്ത് ചെയ്യുന്നറിയോ, പോണേന് ജസ്റ്റ് ഒരു തൊട്ട് മുമ്പായിട്ട് ഞാൻ പറയും ഇന്നപോലെ ഞാൻ പോണെന്ന് പാക്ക് ചെയ്തൊക്കെ എന്നോട് പറയും, ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കോട്ടാടി ഞാൻ പോണ്ടെന്ന് പറയും. എന്നിട്ട് പിന്നെ ലേറ്റ് അവസാനം അമ്മ എടുത്ത് പറയണം എല്ലാം. അല്ല എന്താ ടെൻഷൻ? എന്താ ടെൻഷൻ? ഒറ്റക്ക് അവിടം വരെ അയ്യോ കുഞ്ഞു കൊച്ചല്ലേ, ഒറ്റയ്ക്ക് അവിടെ വരെ പോണതാണ്. അതാ ജംഗ്ഷനിൽ കുറച്ച് ആൾക്കാരെ കൂടെ പറഞ്ഞത്. അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകാത്ത തന്നെയാണോ? ഇല്ല, എനിക്ക് പോണെന്ന് നമുക്ക് അങ്ങനെ ഇഷ്ടമല്ല ട്രാവലൊക്കെ ചെയ്യാൻ. അടുത്തവരെയൊക്കെ പോണേ കുഴപ്പമില്ല, വോമിറ്റ് ടെൻഡൻസി വരും. ഒരു എവിടെങ്കിലും പുറത്തോട്ട് കഴിഞ്ഞിട്ട് തലേ ദിവസം ഇരുന്ന് വോമിറ്റ് ടെൻഡൻസി വരും. നാട്ടുകാരെ മൊത്തം കേൾക്കും, എല്ലാരും കേൾക്കും. ഇത് നല്ല എനിക്ക് അടുത്തൊക്കെ ഇഷ്ടം, ഇവിടെ അടുത്തൊക്കെ. അല്ലാണ്ട് വോമിറ്റ് ചെയ്യുന്നുള്ള പേടിയുണ്ടല്ല. അയ്യോ, പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഈ ഇടക്ക് ആറാട്ടുകടവിൽ പോയി, അടിപൊളിയായിരുന്നു. അവിടെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമൊക്കെ, പാണിലിപ്പൂര് അങ്ങനെയൊക്കെ ഇഷ്ടം. അതാണ് ഈ അടുത്തെന്ന് പറഞ്ഞത്. അടുത്ത് മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ടൗൺ ആയി പോകും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, സ്റ്റേ വേണം അവിടെ. ഫുഡൊന്നും കഴിക്കില്ല, ഫുഡൊന്നും കഴിക്കില്ല. ആണോ? അതെന്താ? അത് ടെൻഡൻസി ഒരു മനസ്സിലൊരു വിഭ്രാന്തി. ഞാൻ ടൂർ പോയി ക്ഷണിക്കും. ആണോ? നല്ല കാര്യം. ഇതൊക്കെ ആൾക്കാരെ എല്ലാരും ഈ ഐഡിയ എല്ലാരും ഫോളോ ചെയ്യണോടാ. പിന്നെ 2-3 ദിവസം കന്നി അങ്ങനെയൊക്കെ. വീട്ടിലാരാ ഏറ്റവും നന്നായി? മമ്മി അല്ലാതെ കുക്ക് ചെയ്യുന്നവരാ? അപ്പയും അപ്പഴാ സ്പെഷ്യൽ ഫുഡ് എന്താ? അത് കൊറേ ഉണ്ട്. ആണോ? ബിരിയാണി എവിടെന്നാ പഠിച്ചപ്പോ? പഠിച്ച് തന്നെ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴേ ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ ഓരോന്ന്. അങ്ങനെ നമ്മള് ഇതില് മറ്റേ നിങ്ങൾ രണ്ടുപേരും കൂടി പാടി അഭിനയിച്ചേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഭയങ്കര രസകരമായിട്ട് സിനിമാടിയൊക്കെ അഭിനയിക്കുന്ന പോലെ. അത് ഒരു ചമ്മലില്ലാണ്ട് രണ്ടുപേരും ചെയ്തായിരുന്നോ? അപ്പൊ ഇനിയും നമ്മളൊരു പാട്ട് വെച്ച് ഞങ്ങൾക്ക് അഭിനയിക്കും. ആദ്യമൊക്കെ ഭയങ്കര നാടകം, ഇപ്പൊ ആൾക്കാരൊക്കെ കാണടി എന്നൊക്കെ പറയും. പിന്നെ അവിടെ നിന്നുള്ള മലയാളം പോലെ ആരും ഇല്ല. ശരി, അത് വീഡിയോ എടുത്ത് ഇതിലിട്ട് ഞാനും കാണുമില്ല. അയ്യോ പാവം. ആദ്യം വീഡിയോ ചെയ്യാൻ നേരത്തെ ആരെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പിള്ളേർ വിളിച്ച് ട്രോളല്ല. ഇങ്ങനെ എന്നോട് മിക്കരും അമ്മയുടെ അഭിനയം കൊള്ളൂലെന്ന് പറയും. അങ്ങനെ പുറത്തേ നേരിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിയാലാന്ന് വിചാരിക്കും. ഡൗൺ ആണ്ടമ്മേ നമുക്ക് അവര് കഴിയില്ലല്ലോ, നമുക്ക് ചെയ്യണില്ലേ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ പറയും ഇപ്പൊ നന്നായിന്ന് പറയും. പക്ഷെ പോസിറ്റീവായിട്ട് എടുക്കും, കുഴപ്പമില്ല. എന്ത് മനസ്സിലാക്കാം ഒറ്റ കാര്യം പകുതിക്ക് വെച്ചിട്ടും പോയി. പിന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെ പറയും. അത് പറയും നന്നായിട്ട് ഇതേ പറയാറുണ്ടോളെ. അവൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പൊ അവളെ എന്നെ കൊണ്ട് അതുപോലെ ചെയ്യിച്ചെടുത്ത് എടുപ്പിക്കുള്ളൂ. നല്ലൊരു ഡയറക്ടറുടെ ലക്ഷണമാണ്. അപ്പൊ ഞാൻ പറയാം അത് മതിയടി, എനിക്ക് നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിട്ട് പോകുന്നുള്ളതായിരിക്കും. പക്ഷെ ഇവളത് കറക്റ്റ് ആയിട്ട് എടുക്കും. അതെല്ലേ. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള അവസ്ഥകൾ എന്താണ്? ഞാൻ ഇങ്ങനെ കോളേജിൽ പോലെ കൊറേ പേര് ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാറുള്ളതല്ലേ. മിക്കപ്പോഴും ഫാമിലി ആയിട്ട് പോകുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് ചോദിക്കുന്നത്. അല്ലാണ്ട് അവരിങ്ങനെ നോക്കും അവിടെ നിന്നൊക്കെ. എല്ലാവർക്കും അറിയാം നമ്മളിങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യണം. ഇപ്പൊ സ്കൂളിൽ ഇപ്പൊ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പാരന്റ്സ് ഒക്കെ ചെല്ലുമ്പോ ഫാൻസ് ഒക്കെ കൂടാറുണ്ടോ?
അതൊരു മീറ്റിങ്ങിന് ഞാൻ വിളിച്ചിട്ട് എനിക്ക് നേരത്തെ ആയിരുന്നു അപ്പൊ തന്നെ പോയി കണ്ട് വന്നില്ല. ഞാൻ ഇവിടെയും കൂട്ടിയാ പോയത് കോളേജിന്റെ. അല്ല അതെന്തോ പരിപാടി ഉണ്ടായി. ഞാൻ വിളിച്ചു പറഞ്ഞു മിസ്സിനാ. മിസ് പറഞ്ഞു ഞാൻ വർത്തിക്കരുതല്ലോ. വീഡിയോയും കാര്യങ്ങളൊക്കെ അവിടെ മര്യാദ. ഇനിയിപ്പോ എന്താണ് അടുത്ത കണ്ടന്റ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? കണ്ടന്റ് ഒക്കെ ഉണ്ട്. അത് വരും ആ ടൈമില് സ്പോട്ടിൽ ഇങ്ങനെ വരും. കാരണം നമ്മളൊക്കെ ഉണ്ടാവും അടുത്ത കണ്ടന്റ് സാധ്യതയുണ്ട്. ഇടയ്ക്ക് ഓരോ ഫോണൊക്കെ അതിൽ കൂടി ഇതിലേക്ക് പോണേക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭാഗത്തുനിന്നുള്ള സജഷൻ എന്തൊക്കെ കൊടുക്കാറ്? ഉപദേശം അങ്ങനെ ഉപദേശിക്കാറില്ല. എല്ലാവരും ചെയ്യാൻ നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ട, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തന്നെ 4 നിങ്ങൾ 5 പേരുണ്ട്. എല്ലാവരും കൂടി എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഓരോ കണ്ടന്റുകൾ പ്ലാൻ ചെയ്യുന്നത്. അല്ല കണ്ടന്റ് ഇവരൊന്നും ചെയ്യണ്ട, ഇവര് ജസ്റ്റ് ഒന്ന് അഭിനയിച്ചാൽ അഭിനയിച്ചാൽ ബാക്കിയെല്ലാം എഡിറ്റ് ഞാൻ അങ്ങോട്ട് ചെയ്തു പോകും. അങ്ങനെ ചെയ്തങ്ങ് പോയിക്കോളും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഇമോഷൻസ് ഏതൊക്കെയാണ്? കരച്ചില് ചെയ്യാറില്ല. ചെയ്തതിൽ ഏറ്റവും ടഫ് ആയിട്ട് എടുത്തേക്കുന്ന വീഡിയോ ഏതാ? ഒരുപാട് ടേക്ക് ഒക്കെ ചെയ്തെടുത്തേക്കും. അത് മിക്ക വീഡിയോസും കുറെ ടേക്ക് അമ്മ ചിരിച്ചു കളയും. അമ്മ ചിരി ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്യില്ല അല്ലേ? പിന്നെ ഇങ്ങനെ കൊറേ ടേക്ക് എടുത്ത് പിന്നെ അമ്മയ്ക്ക് തന്നെ മനസ്സിലായി ഇനി ഞാൻ ചിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരം പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് പെട്ടെന്ന് ചിരി വരും. അപ്പൊ പറഞ്ഞപ്പോ തന്നെ ചിരി തുടങ്ങി. കുറച്ചേരം എടുത്തു കഴിയുമ്പോ അപ്പം ചിരിക്കോളൂ. എല്ലാ അവസാനം വരുമ്പോഴത്തേക്കും ചിരിയാൻ കഴിഞ്ഞു. ഇയാളോട് കാണിക്കുക കണ്ട ശൂശു വിളിച്ചാലും പോകും. ഇപ്പൊ അങ്കിളാണോ? അങ്കിള് അതൊന്നും വിഷയമില്ലല്ലേ? ഒന്ന് കൂളായിട്ട് അഭിനയിച്ചിട്ടും പോകും അല്ലെ? ടൈം കിട്ടാറില്ല. ചുമ്മാ സിമ്പിൾ ആയിട്ടൊക്കെ. നിങ്ങൾ ഇനിയിപ്പോ ഔട്ട്ഡോർ കണ്ടന്റുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? കൊറേ നിങ്ങൾ ട്രിപ്പ് പോയതും അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഇതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വെബ് സീരീസ് പോലെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടിപൊളി സീരീസ് ആയിട്ട് പ്ലാൻ ചെയ്യണ്ടേ? ഈ വർഷം തന്നെ ഇറക്കണം. വ്ളോഗ്സ് ഒക്കെ ഇട്ടോണ്ടിരുന്ന യൂട്യൂബില്. അപ്പൊ ഇനി പതിയെ പതിയെ തുടങ്ങണം, എല്ലാരും കിട്ടണം. അതെ. ഫസ്റ്റ് ഉപയോഗിച്ചിരുന്ന ഫോൺ ഏതായിരുന്നു? ഫസ്റ്റ് അമ്മയുടെ സാംസങ്ങിന്റെ ഫോണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അപ്ഡേഷൻസ് ഒക്കെ എങ്ങനെ? നിങ്ങൾ എങ്ങനെയാണ് 3 വർഷം കൊണ്ട് ഒരു 50,000 അടുത്തായിരുന്നു നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിരുന്നത്. പെട്ടെന്ന് 1 വർഷം കൊണ്ടാണ് ഒറ്റയടിക്ക് ഇപ്പൊ 1 lakhലേക്ക് എത്തിയത്. അപ്പൊ എന്ത് മാറ്റമാണ് നിങ്ങൾ അതിൽ വരുത്തിയേക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ല ഫീൽ ചെയ്ത്? കണ്ടന്റ് മാറ്റി. നമ്മള് സാധാരണ ഇടുന്ന പോലെ നോർമൽ ഡാൻസ് വീഡിയോസ്, അങ്ങനെ ചലഞ്ച് അങ്ങനെയൊക്കെ ചെയ്തോണ്ടെന്ന് വിചാരിച്ചു യൂട്യൂബില്. പിന്നെ അങ്ങോട്ട് ഫാമിലി കണ്ടന്റ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ട് തുടങ്ങി 2025 തൊട്ട്. അപ്പൊ ടപ്പേന്ന് പറഞ്ഞു. അല്ല ആദ്യമൊക്കെ നമ്മൾ ഇടൂല വീഡിയോ, എപ്പോഴും ഇടക്ക് കുഴപ്പം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇടൂല. ഇങ്ങനെ ഈ ഇപ്പൊ നമ്മള് 1 വർഷം തുടങ്ങുമ്പോ ഒരു ഇതൊക്കെ എടുക്കൂലേ? ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഈ പ്രാവശ്യം അപ്പൊ ഹേന അതെടുത്ത് അവള് പറഞ്ഞു എങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് എടുത്തത്. ഓക്കെ. അപ്പൊ എന്തായാലും വിചാരിച്ച പോലെ എല്ലാം നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കാര്യം. പിന്നെ എനിക്ക് മനസ്സിലാവാത്തതാണ് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ വീഡിയോസിൽ നമുക്ക് ഇസയ്ക്ക് ഒരുപാട് ഫാൻസ് ഇല്ലേ? കാണാൻ ആരെങ്കിലും വരാറുണ്ടോ? വഴിയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പക്ഷെ ഇവള് അടുക്കൂല ആരോടും അടുക്കില്ല. ഇവൾക്ക് ഞങ്ങളാണ് അവളുടെ ലോകം. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷെ ഞാൻ ചെന്നിട്ട് പോലും എനിക്ക് പേടിയായിരുന്നു. എന്റെ അടുത്തേക്ക് അല്ല അത് നോട്ടം കണ്ടിട്ട് ആരാണ് നിങ്ങൾ ആണോ? ഭയങ്കര പേടിയാണ്. നമ്മളങ്ങനെ എടുത്തിട്ടൊന്ന് പുറകിലോട്ട് മറക്കളയും പരിചയമില്ലാത്തവരൊക്കെ എടുത്തിട്ടൊന്ന്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് എന്തിനൊക്കെയായിരുന്നു? ഞാൻ ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ പരിപാടിയൊക്കെയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യാനാണോ? അങ്ങനെയല്ല, എനിക്ക് അതിനേക്കാളും സ്വന്തമായിട്ട് എന്തെങ്കിലും കമ്പനി ഒക്കെ തുടങ്ങി അഡ്വർടൈസ്മെന്റ് കമ്പനി അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. ഈ ഡയറക്ഷനും ആക്ടിങ് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാം കൂടി ചേർത്താണ്. നമുക്കോ? എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിനോട് താല്പര്യമുണ്ട്. അപ്പൊ അതിന്റെ നോക്കണം. എന്തായാലും നിങ്ങൾ ഇനി മുമ്പോട്ട് പോകുമ്പോ ഒരിക്കലും ഇത് ഇനി ഇവിടെ സ്റ്റോപ്പ് ചെയ്യില്ലല്ലോ. എന്തൊക്കെ തിരക്ക് വന്നാലും ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതാണ് നമ്മൾ ഒന്നിപ്പിക്കുന്നത്. ശരിക്കും നമ്മുടെ ഒരു ഫാമിലിയിൽ ഇപ്പൊ എന്താ പറയാ, പല ഫാമിലിയിൽ ഇല്ലാത്ത ആൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇപ്പൊ പല വീടുകളിലില്ല. എല്ലാവരും ഓരോ ടൈമിൽ വരും കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുകയൊക്കെയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ എല്ലാവരും എപ്പോഴും നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ആ വീഡിയോ എടുക്കാനെങ്കിലും നിങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ടെന്നുള്ള സന്തോഷമുണ്ട്. ആ മാറ്റങ്ങളൊക്കെ എന്താണ് ഫീൽ ചെയ്യുന്നത്? അങ്ങനെ വെച്ചാൽ അത് പ്രത്യേകിച്ച് മാറ്റം അല്ലാണ്ട് നമ്മളിങ്ങനെ
ഈ പ്രാർത്ഥന ചെല്ലാനിരിക്കണ തൊട്ട് മുമ്പത്തെ ഒരു ടൈം ഉണ്ട്. ആ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് സമയം കളഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരും. അപ്പൊ കയ്യിലൊന്നുമില്ല. സമയത്താണ് സംസാരം കൂടുന്നത്. പ്രാർത്ഥന സമയത്താണ് ഓരോ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത്. പ്രാർത്ഥന അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ തുടങ്ങുന്നത്. അല്ല, പ്രാർത്ഥനക്ക് ഇപ്പൊ നമ്മൾ 8 മണിക്ക് ഇരുന്ന് കഴിഞ്ഞാല് 9 മണിയാവും പ്രാർത്ഥന തുടങ്ങുമ്പോ. 1 മണിക്കൂർ അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അതാണ് നമ്മുടെ സമയം. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഒന്ന് ഇരിക്കുമല്ലോ എല്ലാവരും തുടങ്ങും. അതാണ് ഇവിടെ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അപ്പൊ കോണ്ടന്റ് പ്ലാൻ ചെയ്യുന്ന പരിപാടി അല്ലേ? എല്ലാരും കൂടി ഫാമിലി ട്രിപ്പുകളൊക്കെ ഇടയ്ക്ക് പോകാറുള്ളതല്ലേ? അത് പോണത് തന്നെ എറണാകുളത്ത് അടുത്ത സ്ഥലത്ത് ഇസബു ഉള്ളതുകൊണ്ട്. ഇസബു ഉള്ള കാരണം അവളെ ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. പിന്നെ അതുകൂടെ സംഗതി നമുക്ക് ഡേ കെയർ അവിടെ കൊണ്ട് ആക്കി കഴിഞ്ഞാല് നിങ്ങളുടെ നോട്ട് എത്തുകയില്ലല്ലോ. പിന്നെ ഭക്ഷണം കഴിക്കില്ല അവള്. നിങ്ങൾ ഭക്ഷണം കഴിക്കില്ല? ഞാൻ വാരി കൊടുക്കണം. ആണോ? പുറകിൽ പോയിട്ട് അയ്യോടാ. ചെറുപ്പത്തിലെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇതേപോലെ വാരി കൊടുത്താലേ കഴിക്കുള്ളൂ അങ്ങനെയുള്ള ഒരാളെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഈ രണ്ടുപേരില്? എനിക്ക് കൊടുക്കണതില്ല, അമ്മാമ്മ കൊടുക്കണത്. ആർക്കാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്? ഇവൾക്ക് വികൃതി ആയിരുന്നു ഏറ്റവും കൂടുതൽ വികൃതി ആയിരുന്നു. വികൃതി തല ഉള്ളിലേക്ക് വലിക്കണ്. ഞാനിതിലില്ല. വികൃതി അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പേടിയാ. അപ്പൊ വഴക്കറിയില്ല, ഞാൻ വഴക്കറിയുണ്ടായി. അപ്പൊ പിന്നെ അവരെ കൂടി ഇങ്ങനെ കമ്പനി. അപ്പൊ പിന്നെ എല്ലാം അപ്പൊ ഒരു മയത്തിലാണ് സോളോ. ഞാനങ്ങനെയല്ല അവിടെ വയലിന്റെ ആവും. പിന്നെ ചിരിച്ചോണ്ടിരിക്കുന്ന ആളല്ല. ഇന്ന് രാവിലെ തൊട്ട് അങ്ങോട്ട് എന്തിന് അത് വേറെ ഒന്നല്ല, ഇവിടെയൊക്കെ ക്ലീൻ ആകണമല്ലോ. എന്റെ അമ്മേ ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കുന്ന തലയിലൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആളാണ്. അതെന്ത് സാധനം? ഇതുപോലെ ആ മുടി അങ്ങോട്ട് കെട്ടി ചൂടെടുക്കണ പറഞ്ഞ ഇങ്ങനെ തലക്കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ ക്ലീനിങ് കൊടുക്കും. ഇതെന്താ ചുരുളിയാ? എനിക്ക് അങ്ങനെയല്ല, എല്ലാവരും ഇങ്ങനെ എല്ലാരും കൂടെ ഒരുമിച്ച് ഇതുങ്ങളിപ്പോ ഓരോ മണി ഓരോരുത്തർക്ക് ഏൽപ്പിക്കും. എല്ലാം അപ്പൊ എനിക്ക് ദേഷ്യം വരും. നമ്മൾ പണി കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തുടങ്ങാതെ ഒരുമിച്ച് എല്ലാ പണിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടി അപ്പൊ ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ പറയാ, അമ്മ ഇവക്കൊന്നും ചെയ്യാനറിയില്ല എന്ന് പറഞ്ഞൊന്നും ചെയ്യില്ല. ചെയ്ത് ഇതില് പഠിക്കണത് ചെയ്ത് തന്നെ പഠിക്കണല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ സംഭവിക്കരുത്. അങ്ങനെയല്ല, ഇവളെ എഡിറ്റ് ചെയ്യാനും വീഡിയോ ഇടണം. അപ്പൊ എഡിറ്റ് ചെയ്യും. അപ്പൊ ഇവള് ഇപ്പൊ ഇത്തിരി ഫ്രീ ആണല്ലോ. ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോ കിട്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ക്ലാസ് വീട്ടിലിരുന്നാ പണിയാണല്ലേ? എന്തായാലും കുഴപ്പമില്ല. എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇനി ഈ വീഡിയോയിൽ കാണാത്ത ഒരു നിങ്ങളുണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നതെല്ലാം നമ്മളിപ്പോ ചെയ്തേക്കുന്ന ഓരോ സംഭവം. ഇപ്പൊ നേരത്തെ അങ്കിള് പാട്ട് പാടിയ പോലെ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുള്ള ഇതല്ലാതെ? പാടിയത് വെറുതെ മൂളിപ്പാട്ട് അങ്ങനെ എല്ലാരും പാടും. അങ്ങനെ പൊതുവെ നോക്കിയാ ചേട്ടന് പാടും. ഓക്കെ, ഇങ്ങോട്ട് വയ്ക്കാൻ പാടില്ല. ഓക്കെ അങ്ങളെ ആന്റി പഠിക്കുമ്പോ ഒരു പാട്ട് പാടാം. എനിക്ക് ടെൻഷനായി പോയി. എന്നോടും പറയുന്നില്ല. ഇവിടെ എല്ലാവരുടെയും തൊണ്ടക്ക് പാട്ട് അവൾ ആദ്യം കൊണ്ടുവന്നു ജലദോഷം ഇതെല്ലാം കൂടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടി. ഇനി ഇനി 2 പേർക്കും കിട്ടാണ്ട്. എന്നെ ഒന്ന് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പാട്ട് പാടാറുണ്ട്. ഗ്രൂപ്പായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞ സിനിമ കൂടിയാണ്. കോമഡി പടം എനിക്കിഷ്ടം. ഫ്രണ്ട്സ് ഒക്കെ പോലത്തെ പടം. അപ്പൊ ദിലീപൻ കുറച്ച് കോമഡിയൊക്കെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയും ദിലീപിന്റെ പടം കാണണമെന്ന് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ കോമഡി പടം ഒന്നും ഇല്ല. ദിലീപിന്റെ കോമഡി കാണിക്കുന്നു. ദിലീപിന്റെ കോമഡി പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. പുതിയ പടം ഏതാ കണ്ടേ? പുതിയ ഇപ്പൊ കഴിഞ്ഞ തുടരും. അത് നല്ല പടം. മോഹൻലാൽ അത് ഇഷ്ടായി. ഓക്കെ, ഈ ആക്ഷൻ പടങ്ങളൊക്കെ ഇഷ്ടമുള്ള പോലെ? അതൊക്കെ എനിക്ക് ഇത്തിരി ഇഷ്ടക്കുറവാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഏത് അത് ഹിറ്റ് ആയതുകൊണ്ടാണോ? കുറച്ച് സീനൊക്കെ ഉണ്ടല്ലോ.
ഹാർട്ട് ടച്ചിങ് സീനൊക്കെ ഉണ്ട്. ഇവരപ്പൊ ഇങ്ങനെ വീഡിയോ കൊണ്ട് വരും. അപ്പൊ ഞാൻ കൊറേ കൺട്രോൾ ചെയ്തിരിക്കും. ആ കരഞ്ഞ അപ്പൊ ഒരു വീഡിയോ എടുക്കും. അപ്പൊ കണ്ടന്റ് ആക്കും അല്ലേ? ഇവിടെ മിണ്ടാൻ പാടില്ല ഇവിടെ. അല്ല ചുമ്മാ വെറുതെ എനിക്ക് ചിരിക്കണ പടമൊക്കെ ഇഷ്ടം. കോമഡി ആയിട്ടല്ലേ, നമ്മൾ റിലാക്സ് ചെയ്യാനല്ലേ പോണ. ഓ ഓ അയ്യോ പിന്നെ അല്ല. അങ്കിളിനോ? അങ്കിളിന് എങ്ങനത്തെ പടങ്ങളൊക്കെ ഇഷ്ടം? എനിക്ക് ഇങ്ങനെ പടങ്ങളൊക്കെ, പിന്നെ ആക്ഷൻ നല്ല രസം. ആക്ഷൻ പടങ്ങൾ ഇഷ്ടമാണ്. ഒരിടക്ക് ജെയിംസ് ബോണ്ടിന്റെ പടം ഒന്നും പറഞ്ഞ നടക്കലായിരുന്നു. ആഹാ അത് ഭയങ്കര കാര്യം. അടിപൊളി. അങ്ങള് ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട പടം ഏതെന്ന് ഓർമ്മയുണ്ടോ? ജയന്റെ പടം. ജയന്റെ പടം. അന്നത്തെ തിയേറ്ററിന്റെ ആ സെറ്റപ്പ് ഒന്ന് പറയാമോ? അന്നെന്ന് വെച്ചാല് നമ്മളെ ഇവിടെയാണെങ്കിൽ ഒരു ഓല ഷെഡാണ്. എവിടെ നമ്മളെ ഈ കസീബ എന്ന് പറയുന്ന തിയേറ്ററുണ്ട്. തോപ്പുംപടി തന്നെ. അല്ല ഇവിടെ തന്നെ തേവര്. അവിടെ ഒരു ഓല ഷെഡ്, പിന്നെ ബെഞ്ചി ബെഞ്ചൊക്കെ ഇട്ടുള്ള സെറ്റപ്പ്. രസമാണ്. അന്നത്തെ ആ ഒരു വൈബ് വേറൊരു സ്റ്റൈലാണ്. വേറെ ആന്റി കണ്ടേക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണോ പണ്ട്? ഞാൻ തിയേറ്ററിലാണ് പോയി കണ്ടേക്കുന്നത്. അങ്ങനത്തെ തിയേറ്റർ അല്ല, നമ്മൾ ഞാറക്കയില് ഒരു മെജസ്റ്റിക് എന്ന് പറഞ്ഞ തിയേറ്റർ. അതൊക്കെ അങ്ങനത്തെ ലോക്കലൊന്നും പോവില്ല. പിന്നെ ഉണ്ട് ഞങ്ങള് അവിടെ നാട്ടിൻപുറത്ത് ഒരു വീട്ടിലെ, അന്നൊക്കെ ടി വി ഒക്കെ ഇല്ലല്ല. അപ്പൊ ഒരു വീട്ടിലിങ്ങനെ ഫിലിമായിട്ട് ഇങ്ങനെ ഒരു പൈസ കൊടുത്ത് 3 രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടി ചെല്ലും, അവിടെ ചെന്ന് ഫിലിം കാണും. പൈസ കൊടുത്ത് വീട്ടിൽ തന്നെ? വീട്ടില് വലിയ ടി വി ഇങ്ങനെ വെച്ചിട്ട്. നിങ്ങളുടെ ലവ് മാരേജ് ആണോ? അല്ല, അറേഞ്ച് ലവ് മാരേജ്. അറേഞ്ച് ലവ് മാരേജ് നാണോ? ഞാനിത് എങ്ങനെ പറയുന്നത്? ഒരു സിനിമാടെ കൂട്ടുള്ള ഒരു ചെക്കനാണോ കാണാൻ വന്നത്? അന്ന് നല്ല സ്റ്റൈലിലാണോ വന്നത്? അത് രസമാണ്. പെണ്ണണം വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു കൂടെയുള്ള ആളാന്ന് വിചാരിച്ചു. അവള് ഭയങ്കര സംസാരമായിരുന്നു. അപ്പച്ചനെ കൂടി ഭയങ്കര സംസാരമായിരുന്നു. കുണിങ്ങിപ്പോണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ടെന്ന് പറഞ്ഞേ. അത് ഭയങ്കര വെളുത്ത് നല്ല ഇതായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതാണെങ്കിൽ എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇരിക്കണായിരുന്നു. അപ്പൊ പുള്ളിയായിരുന്ന ആള്. ആണോ? മനസ്സിലായില്ല. എന്നിട്ട് ആരാ പറഞ്ഞേ അതാ ചെക്കൻ? അത് പിന്നെ പറഞ്ഞു. എത്രാമത്തെ പെണ്ണാണല്ലായിരുന്നു? അയ്യോ, 5-6 എന്നോട് പെങ്ങന്മാര് പറഞ്ഞു 9. ഞങ്ങളിങ്ങനെ ട്രിപ്പ് ഒക്കെ പോലെ ഇങ്ങനെ ജസ്റ്റ് വഴി കൂടെ. അപ്പൊ പറയും ഇതാ വീട്ടില് ഞാൻ പെണ്ണ് കാണാൻ അതിനെങ്ങനെ പോകുമ്പോ പറയും അവിടെ ഇരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ. അങ്ങനെയൊക്കെ പറയും. ദൈവമേ, ഇത്രയും നല്ലൊരു അല്ലെ രണ്ട് കുട്ടികളെയും അല്ല എന്നാലും നമുക്കൊരു ഇത് കൊടുക്കണമല്ലോ വെറുതെ. എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അറിയിക്കാൻ വേണ്ടിട്ട്. എന്തായാലും സ്നേഹം കൂടും. അങ്ങനെയൊക്കെ പറയാം പോലെ. ഇപ്പൊ മനസ്സിലായി എന്തോ ഒറ്റയ്ക്ക് വിടാത്ത ട്രിപ്പ്. ഇനിയിപ്പോ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കല്യാണമൊക്കെ കഴിയും. എന്താ കല്യാണം ഇല്ലേ? അവളാണ് ഈ കല്യാണത്തിന്റെ കാര്യം പറയണ ഇഷ്ടമല്ല. ഇപ്പൊ എന്റെ മൂക്കി പറഞ്ഞായിരുന്നു. എന്റെ മനസ്സിൽ ചീത്ത വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ്. എന്തായാലും അതൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ പിന്നെ നോക്കാം അല്ലേ. സമയമുണ്ട്. ഇപ്പൊ പഠിത്തവും ഇവൾക്ക് പുറത്തോട്ട് പോകണമെന്നുള്ള, ഇവൾക്ക് വീട്ടിൽ തന്നെയുള്ള ഒരാൾക്ക്. അപ്പൊ പുറത്തോട്ട് പോകണം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ അതിനൊന്ന് അടങ്ങിയിരുത്തിക്കാൻ സമയം കൊടുക്കട്ടെ. എനിക്കില്ലേ? ഇല്ലേ? ഇല്ലേ? ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. എന്തായാലും ഇപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകുന്നു. അത്യാവശ്യം വർക്കുകളൊക്കെ ആയിട്ട് നല്ല സമാധാനപരമായിട്ട് എന്താ പറയാ, ഡെയിലി ഓരോ വീഡിയോസ് ഒക്കെ ഇട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകണം. ഇപ്പൊ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, നിങ്ങൾ സീരിയസ് ആയിട്ടൊക്കെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ തുടങ്ങണം. ഇതൊന്നും അല്ലാതെ ഇനി അവസാനമായിട്ട് ഈ രണ്ടുപേരോടും കൂടിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യണം. പാട്ടോ അല്ലേ ചെയ്യണ്ടേ? വേണ്ടോടെ ഇങ്ങനെ പാടിയോ? ചെറുതായിട്ട് പാടിയോ? അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന അവരൊന്നും വേണ്ട, വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലെങ്കിൽ സിമത്തം കൊണ്ട മുട്ടിമുടി നടക്കാൻ, തൊട്ടൊരുമ ഇരിക്കാൻ, 24/7 ഫുഡ് കളിക്കാൻ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറകെ നടന്നിട്ട് വല വിഷി എറിഞ്ഞിട്ട് നോ റിപ്ലൈ, മറ്റേ തണുപ്പൊളിച്ചേക്കാത്ത ക്വസ്റ്റ്യൻസ് വലിച്ചു കയറ്റി ഒലിപ്പിച്ച് നടന്നിട്ട് നോ റിപ്ലൈ. അവന് വേണ്ട, ഇവിടെ വേണ്ട, ഇവിടെ 60 മിസ്സിംഗ് കോട്ടറ മറന്നു പണ്ട് പാടി. ഇഷ്ടമാണോ? ഇവള് കവിതയൊക്കെ എഴുതിയിട്ടുണ്ട് പണ്ട്. ഒരു ഉറുമ്പിനെ കുറിച്ച്. അതെന്ത് കവിത?
അത് കവിത അല്ല, അത് ചളിയാണ്. അങ്കിള് ഞാനിവിടെ ഇരുന്നും പോയി. അതൊന്നും കുഴപ്പമില്ല, എന്തായാലും കേക്കട്ടെ. അത് ഓർമ്മയില്ല. അതെന്നാ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉറുമ്പിനെ ചവിട്ടി ഉറുമ്പ് മരിച്ചു. അത് അത് കവിതയല്ല. അമ്മ അപ്പൊ തന്നെ ഫീൽ ചെയ്ത് അത് ചെറുതിലായതുകൊണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ചെറുതിലായതുകൊണ്ട് അങ്ങനെയൊക്കെ. അവിടെ എല്ലാരും വിളിച്ച് പാടി കേൾപ്പിച്ചിട്ടുണ്ടെന്ന്. പിന്നെ കഴിഞ്ഞ ദിവസം അമ്മ ഫോട്ടോ കിട്ടുമെന്ന് ഒരു പേപ്പർ അമ്മ എന്തോ എനിക്കത് കിട്ടി, ഇവിടെ ഒതുക്കിയപ്പോ കിട്ടിയത് ഞാൻ വെച്ചിട്ടുണ്ട്. ഏത് ആ കവിതയുടെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അത് കാണാം. അത് ആദ്യം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കാണിക്കാം. ഫോട്ടോ എടുത്ത് വെച്ചില്ല, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് എവിടെയാ. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആരൊക്കെ ഇതിൽ ആരും നന്നായിട്ട് മലയാളം പറയുന്നത്? നമ്മ മലയാളം പറയണം അല്ലെ, നന്നായിട്ട് മലയാളം പറയുമല്ലോ. ഓക്കെ, അന്ന് ഞാൻ പറയുമ്പോൾ മലയാളം ഒന്ന് പറയണേ. ഓക്കെ, ആദ്യം ആരാണെന്ന് പറഞ്ഞ് ഞാനാണ് നമ്മൾ മലയാളം ഡയറക്ടർ ഞാൻ പറയുന്ന പോലെ പറയണം. ചരലുരുളുമ്പോൾ മണലുരുളൂല. ചരലുരുളുമ്പോൾ നാക്ക് കൂട്ടിടിച്ച് താഴെ വീഴും. ശ്രദ്ധിച്ചു കേട്ടോ. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളില്ല. ഇസ കുനിഞ്ഞോ, കണ്ണ് വെട്ടിപ്പോ കുത്തല്ലേ. പറഞ്ഞോ, ശ്രദ്ധിച്ചു കേട്ടോ. ചരലുരുളുമ്പോൾ മണലുരുളൂല. വ്യക്തമായിട്ട് തെറ്റിക്കുന്ന ഒരാളാണ്. ഒരാളൊന്നും പഠിക്കണം. ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കണേ. കേട്ടോ, പറഞ്ഞോ. എന്ത് ഞാനാണ് ഇരിക്കാനോ ടാസ്ക്? ഓക്കെ, ശ്രദ്ധിച്ചേട്ടോ. ചരലുരുളുമ്പോൾ മണലുരുളൂല. ചരൽ ഉരുളുമ്പോൾ മണൽ ഉരുളൂല. അത് നല്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന താളത്തെ പറ. ചരലുരുളുമ്പോൾ മണലുരുളൂല. ചരൽ ഉളിരില്ല. അതെ, അങ്ങനെ അത് പറഞ്ഞു കൊടുത്തേങ്ങനെയാണ്. ഇപ്പൊ കേട്ടോ. ചരൽ ഉരുളുമ്പോൾ മണലുരുളൂല. അത് തന്നെ, മണലുരുളുമ്പോൾ ചരലുരുളുമ്പോൾ മണലുരുളൂല. ചിലരല്ല. ഫൈനലി ഇപ്പൊ കേട്ടോ. അവിടെ ഇത് പഠിക്കണേർന്നു. കയ്യില് ഓക്കെ, പറഞ്ഞോ. എന്ത് ചരലി ഉരുളുമ്പോ? അയ്യോ, എന്ത് ചരല്? ചരല് എത്രയല്ലോ. ശ്രദ്ധിച്ചേട്ടോ. ചരലുരുളുമ്പോൾ മണലുരുളൂല. ചരലി ചരലല്ലേ? ചരല് ചരലുരുളുമ്പോൾ മരോ. ചരലുരുളുമ്പോൾ മണലുരുളൂല. മണലുരുളുമ്പോൾ ചരലുരുളൂല. എന്റെ മോനെ കറക്റ്റാണ്. ഇതില് പിന്നെ സ്കോർ ചെയ്ത അങ്ങളാണ്. സിമ്പിൾ. ഇത്രയും നിങ്ങൾ എന്നോട് ചോദിച്ചോക്കെ ഞാൻ പറഞ്ഞുതരാമല്ലോ. അതൊക്കെ എല്ലാവർക്കും അയ്യേ, അതൊക്കെ സിമ്പിൾ. സിമ്പിൾ. വേറെ ഉണ്ടോ? എന്തെന്ന്? മുന്നിലാണ് അഭിപ്രിയയിലൂടെ ചെറു ചിരിയുന്ന ഒരു പിള്ളേരുടെ വിതറുക. എനിക്ക് ഒന്നാമത് കൈ ഇങ്ങനെ ഉള്ളോണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. ഒന്നിട്ട് പറ. മുന്നിൽ അവൻ മുന്നിലാണ് അഭിപ്രിയനുടെ ചെറു ചിരിതൾ ഒരു പുലരൊളിയാല വിതറുകയോ. എനിക്ക് മനസ്സിലായില്ല. മുന്നിലാണ് അഭിപ്രിയ. മുന്നിലാണോ? എങ്ങനെയാണ്? ഒരു മന്ത്രം പറഞ്ഞിട്ട് എന്നോട് ചൊല്ലാൻ. അന്നൊന്ന് പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞു പറഞ്ഞേ. അത് ഏതാണ് പാട്ട്? അത് കണ്ണിന് വനീല വിങ്ങത്തിന്. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ചേരം കൂടി മുമ്പോട്ട് ഞങ്ങൾ എല്ലാവരും എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും വീഡിയോസ് എല്ലാം ഇനിയും ഒരുപാട് 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 ഹിറ്റായി മുമ്പോട്ട് പോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? അതെങ്കിലും ഒന്ന് പറഞ്ഞേ. ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സിനിമയിൽ നായകനാവണം. ആഗ്രഹിച്ചിട്ട് കാര്യം നമ്മള് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കാത്തേക്കാണ് ഇപ്പൊ വന്നേക്കണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ ചിന്തിക്കണില്ല. ഇവിടം വരെയൊക്കെ എത്തിയതിന്റെ വലിയ കാര്യം. പിന്നെ മുന്നോട്ട് എങ്ങനെയൊക്കെ പോകുന്നു ദൈവം കൊണ്ടുപോകും. എന്തായാലും ഞങ്ങളെ ഇപ്പൊ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഉയർച്ചയിൽ ഭയങ്കര ഹാപ്പി അല്ലേ? ഈ ഒരു മേഖലയിൽ നമ്മൾ കയറിയതും ഇപ്പൊ കുട്ടികൾ വഴിയാകണമെങ്കിലും എന്തായാലും അറിയാം, നമ്മളെല്ലാരും കഷ്ടപ്പെട്ടിട്ട് ഓരോ ദിവസവും ജോലിയൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സ്ട്രാ ഒരു ആശ്വാസം കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഹാപ്പി ആണല്ലോ. പിന്നെ മറ്റുള്ള ഫാമിലിക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് പിന്നെ കൂടുതൽ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യണം. പിള്ളേർക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട്. പാരന്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യണില്ല, നിങ്ങളുടെ പാരന്റ്സ് അടിപൊളി അങ്ങനെയൊക്കെ പറയുമ്പോഴേ, അപ്പൊ അവരും കൂടി വന്നം പിള്ളേരെ സപ്പോർട്ട് ചെയ്ത്
അതെ, അവരുടെ ആഗ്രഹത്തിനൊപ്പം അതെ നിൽക്കണം, അല്ലേ? നിക്കണം. അപ്പൊ അവർക്കും ഒരു സന്തോഷം. ഇത്രയും ഭാഗ്യം ചെയ്ത അല്ലെ കുട്ടികളെ എവിടെ കിട്ടും? എല്ലാവരും ഇസ കേട്ടോ അതല്ലോ. അപ്പൊ എന്തായാലും ഇനി മുമ്പോട്ടുള്ള നിങ്ങളുടെ പ്ലാനുകളും ഇസ ചരലുരുളുമ്പോ എന്നെ കൂടെ പറയിക്കാനല്ലേ? കുറെ നേരം ഇരിക്കണത്. വിഷമമുണ്ടോ? ഉറക്കപ്പരാതി ഉണ്ടാവും. ആ ഓക്കെ ഓക്കെ, അടിപൊളി. കുഞ്ഞുവാളെ പോലെ ആണോ? ഓ ആഗ്രഹം എന്തായിരുന്നു? എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? ഏതെങ്കിലും ഒരു സിനിമയില് ഒരു ചെറിയ റോള് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ ഒരു ചെറിയ റോള് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഉണ്ട്, വലുതായാലും കുഴപ്പമൊന്നുമില്ല, ചെറുതായാലും കുഴപ്പമുണ്ടോ? അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും സിനിമ എന്തായാലും ഈ ഫാമിലിയിൽ എല്ലാവർക്കും കൂടിയിട്ട് സിനിമയിൽ ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കണം. അപ്പൊ വ്ളോഗർ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു എന്താ പറയുക, സിനിമ ഫാമിലി ആയിട്ട് അറിയപ്പെടട്ടെ. ഒരു ചെറിയ റോൾ ഇരിക്കട്ടെ, വലുത് അതെ. ഇപ്പൊ ഈ നാലുപേര് വെച്ച് സിനിമയില് അങ്കിളിന് ഏത് ക്യാരക്ടർ കൊടുക്കും? നമ്മളൊരു സിനിമ പ്ലാൻ അപ്പനാക്കാൻ അങ്ങളെ ഒതുക്കാനുള്ള പരിപാടിയാട്ടാ സൈഡ്. അതൊന്നും നായകനാക്കുന്നില്ല. നായകൻ തന്നെ ഇവിടെ. അമ്മ ഈ സിനിമയിലേക്ക് വിളിക്കണമെങ്കിൽ ഏത് റോള് ചെയ്യും? എനിക്ക് നമ്മുടെ ഓരോ നായികയായാലും നായിക ആയാലും എന്താ പ്രശ്നം? നായിക ഇപ്പൊ ഒരുപാട് വിളിച്ചാ നായികയായിട്ട് വിളിച്ചാ പോവും. നായികയായിട്ട് വിളിച്ചാ അപ്പയാണ് നായകെങ്കിൽ നായികയായിട്ട് അഭിനയിക്കാൻ റെഡിയാണോ? ടേക്ക് എടുത്ത് എന്തായാലും ഇത് കണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തായാലും ഇവർക്കൊരു ഉഗ്രൻ ചാൻസ് കൊടുക്കണം. എന്തായാലും നിങ്ങൾ സിനിമയിലെത്തും, ഒരു സംശയമില്ല. ഒരുമിച്ചാണ് കൊടുക്കണം എല്ലാവരും. ഓക്കെ, അതായിരുന്നു ആഗ്രഹം. അതുപോലെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇല്ല, ഈ ആഗ്രഹത്തിന്റെ ഒക്കെ കൂടെ സഞ്ചരിക്കണം, എത്രയേ ഉള്ളൂ. ആന്റിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എനിക്കും അങ്ങനെ ഇങ്ങനെ സഞ്ചരിക്കണം, ഇവരെ കൂടി സഞ്ചരിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.